ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ വിപണിയിലേക്ക് നോക്കുകയാണെങ്കിലും അതിനോടൊപ്പം തന്നെ ആഗോള വിപണികളിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു പോസിറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. സാർ, ഇന്നിപ്പോൾ നമുക്ക് പൊതുവേ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഓട്ടോ സെക്ടറിലാണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും 22,600 എന്നൊരു ലെവലും മറികടന്നുകൊണ്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏകദേശം ഒരു 150ലധികം പോയിന്റ്സിൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റ് ആദ്യത്തെ 15 മിനിറ്റുകളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും എല്ലാ സെക്ടേഴ്സിലും നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. സർ, ഇന്നത്തെ ഈ ഒരു തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സർ ഈ ഒരു മാർക്കറ്റിനെ വിലയിരുത്തുന്നത്? അനില, ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്യൂസ്ഡേ ഒരു നല്ല ദിവസം ആയിക്കോട്ടേക്ക്. ഇപ്പോൾ നമുക്ക് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് നിഖിൽ തരുന്ന ഒരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ, ഈ ഡ്രാഗൺ സ്പേസ് എയർക്രാഫ്റ്റ് നമ്മുടെ നാസയുടെ ഇപ്പോൾ സുനിത വില്യംസിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണല്ലോ നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും സംസാരിക്കുന്നത്. അതിൻ്റെ ഹാച്ച് അടച്ചു. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഇറ്റ്സ് ജേർണി ബാക്ക് ടുവേർഡ്സ് എർത്ത്. മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേ, അതായത് നാളെ. നമുക്കിപ്പോൾ ഇന്ത്യൻ ടൈം എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇതൊരു ഫ്ലാഷായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. ആൻഡ് ഡിസെൻറ്റ് അങ്ങോട്ടേക്ക് തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് എന്താ പറയുക, നമ്മൾ വളരെ വലിയ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു സേഫ് ലാൻഡിങ് തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ എക്സ്പോർട്ടിന്റെ ഇൻഫർമേഷൻ പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? ട്രേഡ് ഡെഫിസിറ്റിന്റെ അതെന്താണ് ന്യൂസ് പറഞ്ഞത്? അത് ആക്ച്വലി ട്രേഡ് ഡെഫിസിറ്റിന്റെ ഡേറ്റ ഇപ്പോൾ ഫെബ്രുവരിയിലെ ഡേറ്റയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു സർപ്രൈസിംഗ് ആയിട്ട് ഒരു 3.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സർവീസസിനും ഒപ്പം തന്നെ മെർക്കൻഡൈസ് സപ്പോർട്ടിലും ഒരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റിൽ കഴിഞ്ഞ 3.5 വർഷത്തിനുള്ള ഏറ്റവും കുറവ് $14 ബില്യൺ ആയിട്ടാണ് ചുരുങ്ങിയിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടൊരു ഇക്കോണമി എന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടുന്ന ഒരു ന്യൂസ് തന്നെയാണത്. അനില, അല്ലെങ്കിലും ഇന്ത്യ ഒരു നെറ്റ് ഇമ്പോർട്ടറാണ്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് കറണ്ട് അക്കൗണ്ട് എപ്പോഴും ഡെഫിസിറ്റ് ആണ്. ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ പൊതുവേ. ബട്ട് US ആയിട്ട് നമുക്ക് എന്നും ട്രേഡ് സർപ്ലസ് ആണ്. അതെന്താ വെച്ചാൽ US നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു, എന്നാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അത് കാരണം US ആയിട്ട് നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല. ഇൻഫാക്ട് നമ്മൾ ട്രേഡ് സർപ്ലസ് ആണ്. ആ ട്രേഡ് സർപ്ലസ് ആണല്ലോ നമ്മുടെ ഇപ്പോൾ ട്രംപിന് ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് പറയുന്നത് വെച്ചാൽ ഇത് നമുക്ക് ഈക്വലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2023-24 കാലഘട്ടത്തിൽ $35 ബില്യൺ ട്രേഡ് സർപ്ലസ് ആയിരുന്നു നമ്മൾ US ആയിട്ട്. $35 ബില്യൺ. അപ്പോൾ അതിനെ അങ്ങ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ വേണ്ടേ? അതൊരു ഫ്രീ ട്രേഡ് എന്നുള്ളതിനെക്കാട്ടിലും ഫെയർ ട്രേഡ് വേണ്ടേ എന്നുള്ളതാണ് ട്രംപ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആ ഒരു ലെവലപ്പ് ചെയ്യണമെന്ന് വെക്കുക. US ലെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് 1/10 മാറി 1/5 ആയിക്കോട്ടെ. അതായത് നമ്മൾ വീണ്ടും ഒരു ടൈറ്റ് സിറ്റുവേഷനിലേക്ക് പോകുന്നുള്ളതാണ്. ആ ടൈറ്റ് സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇന്ത്യ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളതാണ് ചലഞ്ച്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സും കോമേഴ്സ് മിനിസ്ട്രിയുടെ ഒഫീഷ്യൽസും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഒരു സൈഡിൽ കൂടി നമ്മൾ US ആയിട്ട് ഇത് ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതൊരു വശത്ത്. അത് കൂടാതെ മറ്റുള്ള കൺട്രീസായിട്ട് നമ്മളൊരു മാർക്കറ്റ് ആക്സസ് നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അതിപ്പോൾ ന്യൂസിലൻഡായിട്ട് നമ്മൾ സംസാരിക്കുന്നു, യൂറോപ്യൻ യൂണിയനായിട്ട് സംസാരിക്കുന്നു, ബ്രിട്ടനായിട്ട് സംസാരിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഗവൺമെൻറ് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്താ അറിയോ? അതായത് ഗവൺമെൻറ് പറയണമെന്ന് വെച്ചാൽ നമുക്കിനി ചൈനയായിട്ടുള്ള ബന്ധം ഇവിടെ ഒരു ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ജിയോ എക്കണോമിയിൽ, വേൾഡ് ഗ്ലോബൽ എക്കണോമിയിൽ ഇന്ത്യയുടെ ഒരു മാസീവ് ഷിഫ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യ, നമ്മുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ബിസിനസ്സുകാരുടെ അടുത്ത് പറയുന്നതിന് ഗോ ഡു മോർ ബിസിനസ് വിത്ത് ചൈന എന്നാണ്. അതായത് ചൈനയിലേക്ക് കുറേ സാധനങ്ങൾ അയച്ച് നമ്മൾ ആ ട്രേഡ് ബാലൻസ് US-ൽ നിന്ന് എന്ത് ഇമ്പാക്ട് വരുന്നോ അത് നമുക്ക് ചൈനയായിട്ട് കുഷൻ ചെയ്യണം എന്നുള്ളത്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ എനിക്കൊന്ന് പ്രൈം മിനിസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്, ചൈനയായിട്ട് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബൈ ബന്ധത്തിലേക്ക് പോകുന്നതിനാണ് താല്പര്യമെന്നൊരു പോഡ്കാസ്റ്റിൽ പ്രൈം മിനിസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. എക്സാക്ട്ലി. അത് ചൈനയുടെ ഭാഗത്ത് നിന്ന് വളരെ വെൽക്കം ചെയ്തു എന്നുള്ളത്. അതായത് നമ്മൾ ഈ ചെറിയ ബോർഡർ ഡിസ്പ്യൂട്ട്സ് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല. നമുക്ക് കൂടുതലും ലാർജർ പരമായിട്ട് സിറ്റിസൻസിന് ഗുണകരമായിട്ടുള്ള കാര്യവും എക്കണോമിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് ആലോചിച്ച് പോകണം എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഈ ഒരു സമയത്തൊക്കെ പരിശോധിക്കുമ്പോഴത്തേന് വളരെ ഹീറ്റഡ് ആയിട്ടൊരു മൊമെന്റ്സ് ആയിരുന്നു ഇന്ത്യയും ചൈനയും. കാരണം ചൈന പല സ്ഥലങ്ങളും അതിക്രമിച്ച് കയറുന്നു, റീനെയിം ചെയ്യുന്നതടക്കമുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഹീറ്റഡ് മൊമെന്റ്സിൽ നിന്ന്
ഒരു ഭായ് ബന്ധത്തിലേക്ക് ചൈനയും ഇന്ത്യയും കടക്കുകയാണ്. പ്രത്യേകിച്ചും ട്രംപിന്റെ വരവിനെ ഒരു പോസിറ്റീവായിട്ടൊരു വേൾഡ് ഓർഡേഴ്സിൽ തന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റം, ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഒരു ശത്രുക്കൾ എന്നതിൽ നിന്ന് ഒരു മിത്രത്തിലേക്ക് കടക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. കാര്യം എപ്പോഴും നമുക്കൊരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ ബോർഡർ കൺട്രീസ് നന്നായിട്ടിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രൈമോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു എൻവയറൺമെന്റ് നന്നായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ, നമ്മൾ 2 കൊല്ലമായിട്ട് പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ വളരെ മോശമായിട്ട്, ഒന്നാമത് അവർക്ക് ഒരുപാട് ടെററിസ്റ്റ് അറ്റാക്ക് അടുത്ത കാലത്ത് സംഭവിക്കേണ്ടത്, അതായത് അവരുടെ എക്കണോമി വാസ് ഇൻ ഡീപ്പ് ടർമോയിൽ. അത് നമുക്കറിയാലോ. ഡീപ്പ് ടർമോയിലായിട്ട് ഏതാണ്ട് ഇൻഫ്ലേഷൻ 1.5 കൊല്ലം മുമ്പ് ഞാൻ വായിച്ചെടുത്തിട്ട് എന്തുകൊണ്ട് 38% അവർ ഇൻഫ്ലേഷൻ. ആ 38% നിന്ന് 1.5% മാറി. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ന്യൂസ് ഉണ്ട് നമ്മൾ പാകിസ്ഥാനിൽ. അത് മാത്രമല്ല, ഏതാണ്ട് 80 തൊട്ട് 85% വരെ സ്റ്റോക്ക് മാർക്കറ്റ്, പാകിസ്ഥാനി സ്റ്റോക്ക് മാർക്കറ്റ് ലാസ്റ്റ് ഇയർ അപ്രിഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഫ്രം ദ ലെവൽ ഓഫ് മാക്സിമം പെസിമിസം, ദാറ്റ് ഈസ് വെയർ ദ ഓപ്റ്റിമിസം സ്റ്റാർട്ട്സ്. നമ്മളിപ്പോൾ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ചും കുറേ കാര്യങ്ങളല്ല. ഇപ്പോൾ പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നമുണ്ട്. കാര്യം പാകിസ്ഥാൻ എപ്പോഴും ഒരു ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് എക്കണോമി, 80 തൊട്ട് 85% വരെ അവരൊരു കൺസംഷൻ ഓറിയൻറ്റഡ് എക്കണോമിയാണ് അവർക്ക്. അത് പോരാ. കാര്യം അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു GDP റേഷ്യോ വെറും 13%. ഒരു കൺസംഷൻ മാത്രം വെച്ചിട്ടൊന്നും ഒരു എക്കണോമിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ടു GDP വെറും 13% ആണ്. ഇന്ത്യയെ സംബന്ധിച്ച് ആ ഫിഗർ എത്രയെന്ന് അറിയോ? 32 to 33% ആണ്. ഏതാണ്ട് ബംഗ്ലാദേശും 32%, 31% ഉണ്ട്. വിയറ്റ്നാമും ഏതാണ്ട് 31-32% ഉണ്ട്. ഈ ലെവലിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ 13% എന്ന് പറഞ്ഞാൽ ഇത് 64 കൊല്ലത്തിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് പാകിസ്ഥാൻ. പക്ഷെ അതേസമയം എന്താ അവിടെ സംഭവിച്ചത്? ഇൻഫ്ലേഷൻ ഏതാണ്ട് 28% 1.5% ആയിട്ട് 1.5 കൊല്ലം കൊണ്ട് കുറഞ്ഞു. ലാസ്റ്റ് 1 കൊല്ലം കൊണ്ട് 86% സ്റ്റോക്ക് മാർക്കറ്റ് കയറി എന്നുള്ളത്. പാകിസ്ഥാന് ഹ്യൂജ് ഡെപ്റ്റ് ഉണ്ട്. ഏതാണ്ട് $146 ബില്യൺ. $146 ബില്യൺ ഹ്യൂജ് എമൗണ്ട്. അവരുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ 60% അവർ ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 40%, ഇത്രയും കടമുള്ളതുകൊണ്ട് ബാക്കിയുള്ള 40% അവർ ഉപയോഗിച്ച് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത് ഡെയിലി ഒരു കറണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് ഇല്ലേ, അത് മീറ്റ് ചെയ്ത് മാത്രം പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഞാനിത് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇവിടെ പറഞ്ഞു വെച്ചാൽ പാകിസ്ഥാൻ എക്കണോമി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. നമുക്ക് എന്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും അവിടെ ഒരു പോസിറ്റീവായിട്ട് വേണം. എക്കണോമിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് 86% റിട്ടേൺ തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് സംസാരിക്കുന്നുണ്ട് മാക്സിമം പെസിമിസമാണ്. അപ്പോൾ ഈ പെസിമിസം ഒക്കെ മാറി ഓപ്റ്റിമിസത്തിലേക്ക് വരും ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ കോൺഫിഡൻ്റ് ആയിട്ടും ഒരു കൺവിക്ഷനോടുകൂടിയും ഇൻവെസ്റ്റർ ഇതിനെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രം നമുക്ക് ഇവിടുന്ന് പറയാനുള്ളൂ. യെസ്, ഏതായാലും സൗത്ത് ഏഷ്യൻ നേഷൻസ് ഒക്കെ ഒരുവിധം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. ഏതായാലും ഇന്നിപ്പോൾ നമുക്കൊരു ഗസ്റ്റ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ കൃഷ്ണകുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. For inviting for the show. Yes. സർ, ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കഴിഞ്ഞ കുറേ നാളത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം വളരെ ഡിസൈസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ട് എന്ന് ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് ആണെന്ന് പറയാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 22,600 എന്നൊരു ലെവലും മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചൊരു 6-7 സെഷൻസ് ആയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു 22,500 മുതൽ 550 റേഞ്ചിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പിന്നീട് താഴേക്ക് പോകുന്നൊരു ഇൻഡെക്സിലായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാലും ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പോലും ആ ലെവലും മറികടന്നുകൊണ്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിൽ നിൽക്കുന്ന മാർക്കറ്റിനെ താങ്കൾ ഇനി എങ്ങോട്ടേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തിന് സംസാരിക്കുന്ന ചില ഡാറ്റാ പോയിന്റ്സ് നമ്മൾ സംസാരിക്കാനുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. ആക്ച്വലി നമുക്ക് നല്ല ട്രേഡ് ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയത്. 22.9 ബില്യൺ നിന്ന് 14 ബില്യണിലേക്ക് താഴുക എന്ന് വെച്ചാൽ സംതിങ് അറൌണ്ട് 40% വ്യത്യാസമാണ് സോഫ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഇമ്പോർട്ട്സിൽ വലിയ ഡൗൺ വന്നിട്ടുണ്ട് സോഫ. ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. ഒരുപക്ഷെ ഫെബ്രുവരി ഡേറ്റ് അതിനേക്കാളും ബെറ്റർ ആണുള്ള സാധ്യതകളാണ്. ദാറ്റ്സ് എ വൺ ബിഗ് പോയിന്റ് ഫോർ എസ്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് കാലിൽ ക്രിട്ടിക്കല് മാർക്കറ്റ് ക്ലോസിംഗ് ആണ് ഒന്നാമത്തെ കാര്യം. എവിടെ ക്ലോസ് ചെയ്യുന്നതെന്നുള്ള വലിയൊരു ഫാക്ടറാണ് മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ നല്ല ഓപ്പണിംഗ് കിട്ടിയിട്ട് പോലും ക്ലോസിംഗ് വളരെ വീക്കായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിവേ, ആ ഒരു പോയിന്റ് അവിടെ നിൽക്കട്ടെ. നമുക്ക് കാണാൻ സാധിക്കുന്നത് US മാർക്കറ്റ്സ് കഴിഞ്ഞ 10 days എടുത്താൽ ഹ്യൂജ് വോളറ്റിലിറ്റി ആണ് US മാർക്കറ്റ് കാണുന്നത്. നല്ല റീറ്റെയിൽ ഡേറ്റ വന്നിട്ട് പോലും ഹ്യൂജ് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ US മാർക്കറ്റ് കഴിഞ്ഞ തേസ്ഡേ കുപ്പൂത്ത് എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോഴൊക്കെ നമ്മുടെ നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സ് ഓപ്പണിംഗ് വീക്കായിട്ട് പോലും
ക്ലോസിംഗ് കുറെ കൂടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ബേസിക്കലി അതിനെ പറയുന്ന പേരാണ് സെന്റിമെന്റൽ ഡൈവേർജൻസ് എന്ന് പറയും. സെന്റിമെന്റ്സിലുള്ള ഡൈവേർജൻസ് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ്സിൽ പോസിറ്റീവ് സെന്റിമെന്റൽ ഡൈവേർജൻസ് വേണം നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള കാരണം? ബേസിക്കലി നമ്മുടെ ഡേറ്റാ പോയിന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു അപ് ടു സെപ്റ്റംബർ ഒക്ടോബർ വരെ ഡേറ്റാ പോയിന്റ്സ് വളരെ വീക്ക് ആയിരുന്നു. അതിനുശേഷം വന്ന ഫസ്റ്റ് ഡേറ്റാ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി നമ്മുടെ ആ റീറ്റെയിൽ ഡേറ്റയിലുള്ള പ്ലസ് പോയിന്റ് ആണ് ഫസ്റ്റ് കിട്ടിയത്. രണ്ടാമതൊക്കെ നമുക്ക് GDP റിവിഷൻ വന്നു, Q2 GDP റിവിഷൻ വന്നു 5.3 അതിനേക്കാളും പ്ലസ് ആയിട്ട് റിവിഷൻ നമുക്ക് കിട്ടി. മൂന്നാമത്തെ കാര്യം Q3 GDP പ്ലസ് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റാ പോയിന്റ്സ് പതുക്കെ പ്ലസ് ആവുന്ന കാഴ്ചയാണ് സോഫാർ നമ്മൾ കണ്ടുവരുന്നത്. ഇതിനോടൊപ്പം തന്നെ FISന്റെ സെല്ലിങ്ങിൽ കൺസിഡറബിൾ റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഹ്യൂജ് സെല്ലിംഗ് എന്നുള്ള കൺസെപ്റ്റ് നിന്നും എസ്പെഷ്യലി ജാനുവരി ഫെബ്രുവരി മാസത്തിലെ ഹ്യൂജ് സെല്ലിംഗ് കൺസെപ്റ്റ് നിന്നും കൺസിഡറബിൾ റിഡക്ഷൻ വന്നിട്ടുണ്ട് FISലെ സെല്ലിംഗ്. ഇതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. സംതിങ് അറൌണ്ട് 3 lakhs ക്രോസിലെ ലിക്വിഡിറ്റി ക്രഞ്ച് മാർക്കറ്റ് ഫേസ് ചെയ്തിരുന്നു. ആ ലിക്വിഡിറ്റി ക്രഞ്ച് അവിടുത്തെ ലിക്വിഡിറ്റി പമ്പിംഗ് വന്നതിന് ശേഷം അറൌണ്ട് 60,000 ക്രോസ് റുപ്പീസ് ആയിട്ട് അത് കുറഞ്ഞു വന്നു ശരിക്കും. നാലാമത്തെ കാര്യം RBI റേറ്റ് കുറച്ചത്, അത് വലിയൊരു ഫാക്ടറാണ്, ലിക്വിഡിറ്റി സംബന്ധിച്ച് വലിയൊരു ഫാക്ടറാണ് ശരിക്കും. അഞ്ചാമത്തെ കാര്യം ഗവൺമെന്റിന്റെ ഓവറോൾ ഫീൽ ഗുഡ് ഫാക്ടർ ഈ ബജറ്റ് വന്ന എസ്പെഷ്യലി ടാക്സിൽ വന്ന 12 lakhs വരെയുള്ള ആൾക്കാർക്ക് ടാക്സ് എക്സംഷൻ കൊടുത്തൊരു ഫീൽ ഗുഡ് ഫാക്ടർ. ഇതൊക്കെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു വലിയൊരു കാര്യങ്ങളാണ്. പിന്നെ നമുക്കറിയാം വാല്യുവേഷനിൽ ഇത് മാത്രം വ്യത്യാസം വന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിഫ്റ്റി വാല്യുവേഷൻ എക്സാക്ട് 20ലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ നിഫ്റ്റി ലോങ് ടൈം ആവറേജിന്റെ ആ ലെവലിൽ അതിനേക്കാൾ താഴെയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ആ ലെവലിലാണെന്ന് പറയാം. ഫെയർ വാല്യുവേഷൻ നമുക്ക് പറയാൻ സാധിക്കും. എസ്പെഷ്യലി നിഫ്റ്റി 50 ഫെയർ വാല്യുവേഷൻ വരുമ്പം സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന എന്താ, വാല്യുവേഷൻ കുറെ കൂടെ ഫെയർ പോയിന്റിലെത്തി ഇനിയിപ്പോ ബൈ തുടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ നിഫ്റ്റി 50 തന്നെ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിഫ്റ്റിയിലെ പ്രൈവറ്റ് ബാങ്ക്സിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 14 ആണ്. നിഫ്റ്റിയിലെ PSCയുടെ വാല്യുവേഷൻ അറൌണ്ട് 12 ആണ്. ദാറ്റ് മീൻസ് 20 കമ്പനികൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 30 കമ്പനിയുടെ വാല്യുവേഷൻ ഇപ്പോഴും സംതിങ് അറൌണ്ട് 27-30 ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഓവറോൾ നിഫ്റ്റി വാല്യുവേഷൻ 20 ആണ് ശരിക്കും. നമ്മുടെ സ്മോൾ ക്യാപ്പിന്റെ വാല്യുവേഷൻ ലേറ്റസ്റ്റ് വാല്യൂ 27 ആണ്. ദാറ്റ് മീൻസ് നിഫ്റ്റി apart from private bank, apart from PSC sector, നിഫ്റ്റിയുടെ വാല്യുവേഷൻ ഇപ്പോഴും എന്താ പറയണ്ടേ കയറി നിൽക്കുകയാണ്. സംതിങ് സിമിലർ ടു റീറ്റെയിൽ എന്താ പറയണ്ടേ ദി സ്മോൾ ക്യാപ് വാല്യുവേഷൻ അടുത്ത് നിൽക്കുകയാണെന്ന് പറയാൻ സാധിക്കും. ഇതൊരു വലിയൊരു ഫാക്ടറാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റിനെ സംബന്ധിച്ച്. ദാറ്റ് മീൻസ് ഇനിയും പല സെക്ടറിൽ വാല്യൂ കറക്ഷൻ വരാനുണ്ട്, പല സെക്ടറിലും വാല്യൂ കറക്ഷൻ അട്രാക്റ്റീവ് ആയിട്ട് മാറിയിട്ടുമുണ്ട്. ഇത് രണ്ടും ഒരു ഫാക്ടറാണ്. ഇപ്പം പല ആൾക്കാർ, എനിക്ക് തന്നെ എന്റെ യൂട്യൂബിൽ തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മളെ കഴിഞ്ഞോ, തിരിച്ചു കയറാൻ സമയമായോ, എല്ലാ സ്റ്റോക്കുകളും തിരിച്ചു കയറുമോ? തിരിച്ചു കയറാൻ സമയം നോബഡി ക്യാൻ പ്രഡിക്റ്റ്. കാര്യം ഒരിക്കലും ഐ പേഴ്സണലി ഡോണ്ട് എക്സ്പെക്ട് എ വി ഷേപ്പ് റിക്കവറി. കാര്യം വി ഷേപ്പ് റിക്കവറി എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വലിയൊരു ആക്ഷൻ പ്ലാൻ വേണം. പല ആൾക്കാരും പല കമന്റ്സിൽ പറയുന്നത് കേട്ടു, എന്താ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രാക്ടിക്കലി ദാറ്റ് വിൽ നോട്ട് വർക്ക്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ എക്കോണമിയുടെ വലിയൊരു ഫാക്ടർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തന്നെയാണ്. എസ്പെഷ്യലി FISന്റെ പുറത്ത് നമ്മൾ ചെലുത്തുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് തന്നെയാണ് ശരി. എസ്പെഷ്യലി ഗവൺമെന്റ് കുറെ ടാക്സ് റിബേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഇത് മേക്കപ്പ് ചെയ്യാനായിട്ട് വേറെ ഇതിൽ വലിയൊരു സോഴ്സ് വേണ്ടി വരും ശരി. ആ സോഴ്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു പരിധി വരെ ഫില്ല് ചെയ്യുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ FIS കൊടുത്താൽ നമ്മുടെ ഹോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.4% ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ്. അതിനെ ബാധിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സൈഡ് നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് എക്സ്പെക്ട് ശരിക്കും പറഞ്ഞാൽ. സോ ഇപ്പം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ 10 days ആയിട്ട് ഇറ്റ് ഈസ് കൺസോളിഡേറ്റിംഗ്. FISന്റെ ആ സ്ട്രെങ്ത് വിൽപ്പനയുടെ സ്ട്രെങ്ത് കുറഞ്ഞു. പക്ഷെ വിൽപ്പന നിന്നു എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. വിൽപ്പന എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് സൈഡിലാണ് നിൽക്കുന്നത്, ആ ലെവലിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ്സ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു, എങ്ങനെയാണ് ബ്രേക്ക്ഔട്ട്സ് വർക്ക് ചെയ്യുന്നത് മുകളിലേക്ക്, എങ്ങനെയാണ് ബ്രേക്ക്ഔട്ട് താഴത്തേക്ക് വർക്ക് ചെയ്യുന്നത്, വലിയൊരു ഫാക്ടറാണ് സോഫാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് കൊണ്ടുണ്ട്, അത് ഡോളർ ട്രെൻഡ് ആണ് ശരി. നമുക്കറിയാൻ സാധിക്കും എന്താണ് ഡോളർ ഇൻഡെക്സ് എന്നൊരു സംഗതിയാണ്. ഡോളർ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഡോളർ എഗൻസ്റ്റ് 7 കറൻസിയുടെ ബാസ്ക്കറ്റ്. ഈ പെർഫോമൻസിന്റെ അനാലിസിസ് ആണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ച് എസ്പെഷ്യലി ഇന്ത്യ അല്ല ബ്രസീൽ, എമർജിംഗ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആയിട്ടുള്ള മാർക്കറ്റ്സ് സംബന്ധിച്ച് എസ്പെഷ്യലി ഇമ്പോർട്ട് ഓറിയന്റഡ് കൺട്രീസിനെ സംബന്ധിച്ച് ഡോളർ ട്രെൻഡ് ചെയ്ത് കയറുന്ന എപ്പോഴും തലവേദനയാണ്. കാര്യം നമുക്ക് കൂടുതൽ ഡോളറിന് പൈസ മുടക്കേണ്ടി വരും. നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്ന കാര്യം വളരെ സീരിയസ് ആണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇന്ത്യൻ ഇക്കോണമി അല്ലെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊഫഷണൽ ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് കയറി 110, 111 വരെ പോയിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്. പക്ഷെ US സംബന്ധിച്ച് ഡോളർ ഇൻഡെക്സ് അതിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാന്നുള്ള അവരുടെ നിലനിൽപ്പിന്റെ പാട്ടാണ്. എന്തുകൊണ്ടാണ് നിലനിൽപ്പിന്റെ പാട്ടായത്?
US ധാരാളം കമ്പനീസ്, ടോപ്പ് കമ്പനീസ് ഒക്കെ ഡോളർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം കമ്പനി ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വലിയൊരു വരുമാന മാർഗമാണ്. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്യുമുലേഷന് വേണ്ടി വലിയ വരുമാന മാർഗമാണ് ഈ സംഗതി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഡോളർ ഇൻഡെക്സ്, ഡോളർ സ്ട്രോങ് ആവുകയും ചെയ്യുന്നു, ഡോളറിന്റെ അപ്രീസിയേഷൻ നടക്കുകയും ചെയ്യുമ്പം അതിനോടൊപ്പം തന്നെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് കൂടെ കയറുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ കമ്പനികൾക്കൊക്കെ അൺഎക്സ്പെക്ടഡ് ലൂസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ശരിക്കും. കാരണം അവർ റിട്ടേൺ ഏർണിംഗ്സിൽ നിന്ന്, അവരുടെ പ്രോഫിറ്റിൽ നിന്ന് വേണം ഇത് കൊടുക്കാനായിട്ട്, ഈ അപ്രീസിയേഷൻ, ആ ഡിഫറൻസ് കൊടുക്കാനായിട്ട്. അപ്പൊ കൺട്രിയെ സംബന്ധിച്ച് ഡോളർ അപ്രീസിയേഷൻ അല്ല, ഡോളർ ഡിപ്രീസിയേഷൻ ആണ് കമ്പനികളുടെ നിലനിൽപ്പിന് US സംബന്ധിച്ചിട്ടും ക്രിട്ടിക്കൽ ഫാക്ടർ. ഇപ്പൊ ഡോളർ ഇൻഡെക്സ് 110 എത്തിയതിനു ശേഷം അത് തകർന്ന് വീണ്ടും 103 വരാൻ തുടങ്ങി. നമ്മളെ സംബന്ധിച്ച് ആസ് ഫാർ ആസ് അവർ കൺട്രി ഈസ് കൺസേൺ അത് വളരെ സപ്പോർട്ടീവ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. നമുക്കറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിലൊന്നാണ്, കൺട്രീസ് ഒന്നാണ്. അപ്പോൾ ഒരു ഡോളർ വ്യത്യാസം വന്നാൽ പോലും അത് ഹ്യൂജ് ആയിട്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റിനെ ഹ്യൂജ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു മാനേജബിൾ ലെവൽ ഓഫ് ഡോളർ നമ്മുടെ ഇക്വിറ്റിയെ സംബന്ധിച്ച്, മാർക്കറ്റിനെ സംബന്ധിച്ച്, കൺട്രിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ ഡോളർ ഇൻഡെക്സും ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് ട്രെൻഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത് ഓവറോൾ സെന്റിമെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെന്റിമെന്റിലെ ഡൈവേർജൻസ് ഭയങ്കര സ്ട്രോങ് ആണ് സോഫാർ മാർക്കറ്റിൽ. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം സർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഡോളർ ഒരു ഡിപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണെന്നില്ല. അങ്ങനെ തന്നെ അതിനോട് തന്നെ കണക്ട് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ ഓവർനൈറ്റിലെ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കണക്കുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷമുള്ള 3.5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഒരു ട്രേഡ് ഡെഫിസിറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ക്രൂഡിന്റെ വിലയിലും കാര്യമായിട്ടുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു 70 മുതൽ 65 ഡോളറിലേക്കാണ് ഇപ്പോൾ ക്രൂഡും എത്തിയിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 3ാമത്തെ രാജ്യമാണ്. ഇത്തരത്തിൽ ഈ ഒരു, ഞാനൊരു മാർക്കറ്റിൽ നിന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ അല്ല ചോദിക്കുന്നത്, ഒരു ഇക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മാർച്ചിലേക്ക് കടക്കുമ്പോഴേക്കും ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ വീണ്ടും ആ ഒരു CAD റേഷ്യോ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ഇതിന്റെ അകത്തുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ക്രൂഡിന്റെ റേറ്റ് അസ്ഥിരമാണ്. നമുക്കിപ്പോൾ വീണ്ടും മിഡിൽ ഈസ്റ്റിൽ അൺസർട്ടിറ്റി സ്റ്റാർട്ട് ചെയ്തു ശരിക്കും. അപ്പോൾ അൺസർട്ടിറ്റി സ്റ്റാർട്ട് ഇപ്പോൾ ക്രൂഡിന്റെ വില ഇന്നലെ പോലെ വീണ്ടും പതുക്കെ തിരിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ നോബഡി ക്യാൻ കൺട്രോൾ ദ ക്രൂഡ് റേറ്റ്. ഇത് എപ്പോഴും ജിയോ പൊളിറ്റിക്കൽ ഡിപ്പെൻഡുള്ള സംഗതിയാണ് ക്രൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രൂഡിന് സ്റ്റെബിലിറ്റി വരും എന്നുള്ള കാര്യം. അപ്പോൾ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ബിറ്റ്വീൻ ഹൗ ദി ജിയോ പൊളിറ്റിക്കൽ ഈസ് വർക്കിംഗ് ഔട്ട് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ശരിക്കും അറ്റ് പ്രസന്റ് നമ്മളെ സംബന്ധിച്ച് 10% ക്രൂഡിന്റെ വില 70 നിന്ന് താഴെ പോയി, $70 താഴെ പോകുന്ന വെച്ചാൽ ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. സോ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുവാണ്, അപ് ടു 65 to 70 ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഹാവ് എ ബെറ്റർ ട്രേഡ് റിപ്പോർട്ട് ഫ്രം എഫക്റ്റീവ് ഫെബ്രുവരി. നമുക്ക് ലേറ്റസ്റ്റ് റിപ്പോർട്ട് നമുക്ക് അറിയാൻ സാധിക്കും. പുതിയ റിപ്പോർട്ട് വരാൻ പോകുമ്പോൾ ആക്ച്വലി അതിന്റെ എഫക്ട് ഇതിൻ്റെ അകത്ത് കാണണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏപ്രിലിൽ വരാൻ നേരത്ത് എസ്പെഷ്യലി റെസിപ്രോക്കൽ താരിഫ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് സോഫാർ നോ ക്ലാരിറ്റി. കാര്യം വെയിറ്റഡ് ആവറേജ് നമ്മുടെ 11% ആണ് നമ്മൾ US സ്റ്റോക്കുകൾക്ക് നമ്മൾ ചെലുത്തുന്ന താരിഫ്. ശരിക്കും US ഇൻ റിട്ടേൺ തരുന്ന വെച്ചാലും സംതിങ് അറൌണ്ട് 3.1% ആണ്. സോ ദർ ഇസ് എ ഹ്യൂജ് ഡെഫിസിറ്റ് ഈസ് ദെയർ ആക്ച്വലി. സോ മിസ്റ്റർ സൂര്യനായർ പറഞ്ഞ പോലെ തന്നെ സംതിങ് അറൌണ്ട് $40-50 ബില്യൺ ഡെഫിസിറ്റ് അവിടെ മേക്കപ്പ് ചെയ്യാൻ US സാധിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പാക്ട് ആണ് തരുന്നത്. ശരിക്കും നമ്മൾ ഏതെല്ലാം കൺട്രീസിലേക്കാണ് നമ്മൾ സോഫാർ നമ്മൾ ഡിസ്കഷൻ നടത്തിയിരിക്കുന്നത്, നമ്മുടെ ഏതെല്ലാം പ്രൊഡക്ട്സ് ഏതെല്ലാം കൺട്രീസിലാണ് നമ്മൾ അയക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, കുറച്ച് ക്ലാരിറ്റി നമുക്ക് വരുന്നുണ്ട്. പക്ഷേ സോഫാർ ഫുൾ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടിയിട്ടില്ല സോഫാർ. ഒരുപക്ഷെ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു റെസിപ്രോക്കൽ താരിഫ് വരാനുള്ള സാധ്യത, ഒരുപക്ഷെ നെഗോസിയേഷനിൽ അത് തീരുമെന്നുള്ള പ്രതീക്ഷയാണ് സോഫാർ എനിക്കുള്ളത്. മേ ബി നമ്മൾ 2 ആഴ്ച 3 ആഴ്ച ഡിഫറൻസേ ഉള്ളൂ ശരിക്കും ഏപ്രിൽ 2 യെസ്, അതിനോടൊപ്പം തന്നെ സൂരജ് സാറിലേക്ക് വരികയാണ്. സാർ, ഇപ്പോൾ നമ്മളിപ്പം കൃഷ്ണകുമാർ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് US ആ ഒരു ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാറിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? കൃഷ്ണകുമാർ പറഞ്ഞവരോട് അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുണ്ട്. അതായത് ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് അല്ലെങ്കിൽ ഗ്ലോബലി പല കാര്യങ്ങളും, അതായത് ഒരുപാട് വാർസ് സൈഡിൽ നടക്കുന്നുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതിനൊക്കെ സമാധാന ചർച്ചകളൊക്കെ നമ്മൾ പറയുന്നെങ്കിലും യുക്രൈൻ, റഷ്യ, അല്ലെങ്കിൽ ഗാസ, ഇസ്രായേൽ പാലസ്തീൻ ഇങ്ങനെ പ്രശ്നം നടക്കുമെങ്കിലും ഇപ്പോൾ എനിക്കിതാ നമ്മുടെ ഡെസ്കിൽ നിന്ന് കേദാർ നമുക്കൊരു ഫ്ലാഷ് ന്യൂസ് തന്നതാണ്. അതായത് ഗ്യാസയിൽ സ്ട്രൈക്ക് നടത്തിയിരിക്കണമെന്നുള്ളതാണ്. ഇസ്രായേൽ ഏതാണ്ട് 200 പേര് മരിച്ചതായിട്ടാണ് ഇനിഷ്യൽ റിപ്പോർട്ട് പറയുന്നത്.
വരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റിന് മുമ്പ് ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വോളറ്റൈൽ സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു എക്കണോമിക്ക് ചെറിയ ചെറിയ ക്ഷതങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് മോശമായിട്ട് നിൽക്കണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പാകിസ്ഥാന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടത്. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും നെഗറ്റിവിറ്റി ഉണ്ടായിട്ട് ടു മച്ച് ഓഫ് നെഗറ്റിവിസം ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്സ് എന്നാണ്. ഈ മാർക്കറ്റിന്റെ പ്രത്യേകത അതാ. ആ എക്കണോമി ആയാലും ശരി, സറൗണ്ടിങ്സ് ആയാലും ശരി, ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ പണ്ട് പലപ്പോഴും ഇന്ത്യയിൽ നടക്കാൻ നേരത്ത് നെക്സ്റ്റ് ഡേ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ടു മച്ച് ഓഫ് നെഗറ്റിവിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ് എന്നാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ലൂസ് ചെയ്ത് മുന്നോട്ട് പോകരുത്. നമുക്ക് ഇതിനകത്തുള്ള പോസിറ്റീവ് ഇൻഫർമേഷൻസ് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഓവർ റിയാക്ട് ചെയ്യാതെ, എന്താ പറയുക, ഒരു ഓപ്റ്റിമിസം ഇല്ലാതെ വളരെ ബാലൻസ്ഡ് ഔട്ട് കാര്യം വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ റാഷണലായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതായത് ട്രംപ് ഒരു ആരോപണം നമ്മൾ സാധാരണ ട്രംപിനെ കുറിച്ച് എപ്പോഴും പറയാൻ നേരത്ത് ടാരിഫിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ അദ്ദേഹം ബൈഡനെ കുറിച്ച് പറഞ്ഞേക്കണേ ഒരു ഓട്ടോ പെൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് അയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടോ പെന്നിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ റിസർച്ച് ഡിസ്കഷനിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എന്താ വെച്ചാൽ, അതായത് അവിടെ ഈ അമേരിക്കയിൽ പാർഡൻ സൈൻ ചെയ്യുക, അതായത് ഫെഡറൽ ക്രൈംസ് ചെയ്യുന്നവർക്ക് ഈ പാർഡൻ പ്രസിഡന്റ് സൈൻ ചെയ്യും. രാഷ്ട്രപതിയുടെ സിമ്പതി നമ്മൾ ഇവിടെയും പറയാറില്ലേ, ദയാഹർജി പരിഗണിക്കുന്ന പോലെ അവിടെ സൈൻ ചെയ്യുമ്പോൾ അതൊരു ഓട്ടോ പെന്നാണ് വെച്ച് സൈൻ ചെയ്തതെന്നാണ്. അതുകൊണ്ട് അത് വോയിഡ് ആണെന്നാണ് ട്രംപ് പറയുന്നത്. ഓട്ടോ പെൻ എന്ന് വെച്ചാൽ ഒരു റോബോട്ടിലേക്ക് നമ്മുടെ ഒരു ഹ്യൂമൻ്റെ സിഗ്നേച്ചർ മാപ്പ് ചെയ്യും. അത് ആ റോബോട്ടിക് ആംസിലേക്ക് ഡിജിറ്റലി ഇത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് വെച്ചാണ് സൈൻ ചെയ്യുന്നത്. അത് ബൈഡൻ ചെയ്തു. അതുകൊണ്ട് ആ ചെയ്ത സിഗ്നേച്ചേഴ്സ് ഒക്കെ വോയിഡ് ആണെന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എന്താ പറയുക, ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ. കാര്യം മാർക്കറ്റിൽ എപ്പോഴും പെസിമിസം വരുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള നല്ല നല്ല തമാശകളും നല്ല ചെറിയ എന്താ പറയുക, അല്ലാതെ നമുക്ക് നമ്മളെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ഒരുപാട് നെഗറ്റീവിസം വന്നു പോയാൽ നമുക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകാനുള്ള പാടാണ്. ഇതിൽ വേറൊരു ഇൻഫർമേഷനും കൂടെ ഞാൻ പറയാം അനില. ഞാൻ തിരിച്ച് അനിലേക്ക് വരുന്നതിന് മുമ്പേ, അതായത് NACL എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ NACL കോറമൻഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരുകപ്പ ഗ്രൂപ്പാണ്. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ മുരുകപ്പ ഗ്രൂപ്പിനെ പറയുന്നത്. ചെന്നൈ ബേസ്ഡ് ആണ് അവർ. അവരുടെയാണ് EID പാരി, ചോളമണ്ഡലം ഫിനാൻസ്, ചോളമണ്ഡലം സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ, പഴയ സൈക്കിൾസ് ഒക്കെ അല്ലേ, TI സൈക്കിൾസ്, ഇതൊക്കെ അവരുടെയാണ്. അവരെന്ന് പറഞ്ഞാൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ചെന്നൈ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ. അവർ ഈ NACL ഒരു സ്റ്റേക്ക് എടുക്കാനായിട്ട്, അതായത് 5% സ്റ്റേക്ക് ഏതാണ്ട് 820 കോടിക്കും, അത് കഴിഞ്ഞൊരു എന്താ പറയുക 76 രൂപയ്ക്ക് എങ്ങാണ്ടാണ് അത് പെർ ഷെയർ അവർ പറഞ്ഞേക്കണേ. 76 രൂപയ്ക്ക് അവർ ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. അതുകൂടാതെ 5% മേടിക്കുന്നത് കൂടാതെ ഒരു ഓഫർ, എന്താ പറയുക, ഒരു ഓപ്പൺ ഓഫർ ട്രിഗർ ചെയ്യും. 26% ഓപ്പൺ ഓഫർ കൂടി ട്രിഗർ ചെയ്യും. അതായത് ഒരു നല്ലൊരു പെർസെൻറ്റേജ് അവർ ഈ കമ്പനിയിൽ മേടിക്കാൻ പോകുന്നു 76 രൂപയ്ക്ക്. ഓക്കെ, 860 രൂപ 5% അവർ ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഈ NACL എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, ലാസ്റ്റ് ഏതാണ്ട് ഫെബ്രുവരി 28-ന് 56 രൂപയും കണ്ടായിരുന്നു. ഇന്നലെ അത് ക്ലോസ് ചെയ്ത് 110 രൂപയ്ക്കാണ്. അതായത് ഏതാണ്ട് 96% ഒരു പ്രൈസ് റൈസാണ് ആ സ്റ്റോക്കിൽ സംഭവിച്ചത്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫെബ്രുവരി 28 മുതൽ ഇന്നേ വരെ നമ്മൾ ബഡ്ജറ്റ് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചു. എല്ലാം നമ്മൾ കൂടുതൽ നമുക്ക് നെഗറ്റീവ് മാത്രം റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ നെഗറ്റീവ് സംസാരിക്കണം എന്ന് ഉദ്ദേശമല്ല, നെഗറ്റീവാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അതായത് ഇന്ത്യൻ എക്കണോമിയിലെ ന്യൂനതകൾ, അല്ലെങ്കിൽ ട്രംപ് ഈ കൊണ്ടുവരുന്ന ടാരിഫിൻ്റെ പ്രോബ്ലംസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, റഷ്യ, ചൈന, യുക്രൈൻ, ഗാസ, പാലസ്റ്റീൻ, ഇസ്രായേലൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ആ ജെംസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻ മാർക്കറ്റ് തരും. നമ്മളത് കേൾക്കുന്നുണ്ടോ, നമ്മളത് കാണുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഈ NCL എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് പ്രൊട്ടക്ഷൻ കമ്പനിയാണ്, ഒരു സ്ട്രോങ് ബ്രാൻഡഡ് ഫോർമുലേഷനുള്ള കമ്പനിയാണ്. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനി, ഗ്ലോബൽ കമ്പനീസിന് അവർ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് ഒരുപാട് ഗ്ലോബൽ എക്സ്പോർട്ട്സ് ഉണ്ടെന്നാലും ഈ NACL ആ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് കോറമൻഡൽ, അതായത് കോറമൻഡൽ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററായിട്ട് കണക്കാക്കാം നമ്മളെ പോലെ. അതായത് നമ്മൾ സ്റ്റോക്ക് പിക്ക് ചെയ്യും പോലെ കോറമൻഡൽ ഈ NACLന്റെ സ്റ്റോക്ക് പിക്ക് ചെയ്തേക്കാണ്. അത് നമ്മൾ കാണാതെ പോയതാണ്. നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ എപ്പോഴും പരാജയമായി നമ്മൾ കാണുന്നുണ്ട്. കാര്യം മാർക്കറ്റിൽ എന്തൊക്കെ തരം നെഗറ്റീവ് ഉണ്ടെങ്കിലും there will be hidden gems here or there, and there will be some stocks performing at some point of time, maybe all the time എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് കാണേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ രാകേഷ് ജിൻജുവാല പറഞ്ഞിട്ടുണ്ട്, കറക്ഷൻസ് ആർ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഏതായാലും ആ ഒരു കറക്ഷൻ ലെവൽ തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും, അതായത് ഇത്തരത്തിൽ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ പോലും ഇപ്പോൾ സൂര്യ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിഡൻ ജെംസ് നമുക്ക് മുന്നിലുണ്ട്. അത് കണ്ടെത്തുക എന്നതിലാണ്
ഒരു വൈസ് ആയിട്ടുള്ള നിക്ഷേപകന് ലോങ് ടേമിൽ റിട്ടേൺ ലഭിക്കുക എന്ന് തന്നെ പറയാം. ഏതായാലും സാർ ഇപ്പം മുരുകപ്പ ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് സംബന്ധിച്ച് ഇപ്പോൾ അതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ ചില കമ്പനികൾ പിന്തിരിയുന്ന ഒരു അവസ്ഥ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റെടുക്കൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനോടൊപ്പം തന്നെ ചില ജോയിന്റ് വെഞ്ചേഴ്സിൽ നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറുന്ന ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ബജാജ് ഫിൻസർവ് ആലിയൻസ് ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഇൻഷുറൻസിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് പിൻവലിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റെടുത്തിരിക്കുക. അതായത് ഇനി മുതൽ ബജാജ് ആലിയൻസ് ഇൻഷുറൻസ് ഉണ്ടാവുകയില്ല, ബജാജ് ഇൻഷുറൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ അപ്ഡേഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം അതായത് നിലവിൽ ബജാജ് ആലിയൻസിൽ 74% ഓഹരികളാണ് ബജാജ് ഗ്രൂപ്പിനുള്ളത്. അതിൽ ബാക്കിയുള്ള 26% ഓഹരികളും ജനറൽ ഇൻഷുറൻസിൽ നിന്നും ഒപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസിൽ നിന്നുമാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. ഏകദേശം 24,000 കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്. സാർ, ഈ ഒരു മൂവ്മെന്റിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അനില, ഇത് രണ്ട് ആംഗിളിൽ കൂടി നമുക്കിതിനെ കാണാം. ഇപ്പോൾ അലയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അലയൻസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിപ്പോവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേക്ക് പെയർ ചെയ്യുന്നതാണ് അവരുടെ ഒരു അവകാശം എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നോക്കൂ, ബജാജ് ഫിൻസർവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് കണക്കാക്കിയാണല്ലോ അവർ മേടിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചോ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ഒരു മാർക്കറ്റ് സൈസിനെ കുറിച്ചോ ഇപ്പൊ അല്ല പറഞ്ഞ അനുസരിച്ച് ഏതായാലും 24,000 കോടിയാണ്. 24,000 കോടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ജനറൽ ഇൻഷുറൻസിൽ 13,780 കോടിയുടെ ബൈയും ലൈഫ് ഇൻഷുറൻസിൽ 10,400 കോടിയുടെ ബൈയുമാണ് നടത്താൻ പോകുന്നത്. അതായത് 24,000 crores ഇസ് നോട്ട് എ മീൻ മണി, ഇറ്റ് ഇസ് ബിഗ് മണി. ആ ബജാജ് ഫിൻസർവ് അവരുടെ ഡിഫറെന്റ് കമ്പനീസിൽ കൂടെയാണ് അവർ ഇത് സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി അതിനുണ്ടെന്ന് ബജാജ് ഫിനാൻസർവ് കണ്ടിട്ടായിരിക്കും അത് മനസ്സിലാവുന്നത്. ഇന്ത്യ പൊതുവെ ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഒരു അണ്ടർ പെനിട്രേറ്റഡ് ആണ്. ഇപ്പോൾ ജനറൽ ഇൻഷുറൻസിന്റെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. ഈ ജനറൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. നമ്മളിപ്പോൾ വില കൂടിയ സാംസങ്ങിന്റെ ഫോൺസ് അല്ലെങ്കിൽ ഐഫോണിന്റെ മോഡൽസ് അല്ലെങ്കിൽ മാക് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ആപ്പിൾ, ഒരുപാട് ആപ്പിൾ പ്രോഡക്ട്സും സാംസങ്ങിന്റെ വില കൂടിയൊക്കെ പ്രോഡക്റ്റ് നമ്മൾ ഈ പ്രോഡക്ട്സ് ഒന്നും ഇൻഷുർ ചെയ്യുന്നില്ല. ഈ പ്രോഡക്റ്റ് ഇൻഷുർ ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു കൾച്ചറേ നമുക്ക് വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ലൈഫ് ഇൻഷുറൻസും മെഡിക്ലെയിമും മാത്രമായിട്ട് നമ്മുടെ ഇൻഷുറൻസുകൾ ഒതുങ്ങി എന്നുള്ളതാണ്. പിന്നെ കാറിന്റെ കാര്യത്തിൽ ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് നമ്മൾ നിർബന്ധിക്കാതെ കമ്പൽസറി ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നു എന്നല്ലാതെ ഒരു കമ്പൽസീവ് ബൈ അല്ലാതെ നമ്മൾ ചില കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ന് ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. വന്ന് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ വലിയ ലക്ഷറി കാർസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ലക്ഷറി കാർസിന്റെ ഒക്കെ കീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് മെർസിഡീസ് ബെൻസിന്റെയോ അല്ലെങ്കിൽ BMW ഒക്കെ കീസ് എന്നൊക്കെ പറഞ്ഞാൽ 2-2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വില വരും പല വണ്ടിയുടെയും കീസ് മാത്രം. അതായത് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ കിട്ടണമെങ്കിലൊക്കെ ഇത് ഇൻഷുർ ചെയ്യുന്ന പരിപാടി പോലും ഉണ്ട്. ഇത് ഇന്ത്യൻസ് അതേ അക്കസ്റ്റംഡ് ആയിട്ടില്ല, അതായത് ആ ഒരു കൾച്ചറിലേക്ക്. ബട്ട് ജനറൽ ഇൻഷുറൻസിൽ വളരെ വാസ്റ്റ് ആയിട്ട്, ഓഫ് കോഴ്സ് ലൈഫ് ഇൻഷുറൻസ് തന്നെ അണ്ടർ പെനിട്രേറ്റഡ് ആണ്, നമുക്കറിയാലോ. ആ ലൈഫ് ഇൻഷുറൻസ് തന്നെ അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ജനറൽ ഇൻഷുറൻസിന് എന്തോരം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബജാജ് ഫിനാൻസർവിന്റെ ഈ ഒരു മൂവിനെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്, റാദർ ദാൻ അലിയൻസ് ഗ്രൂപ്പ് ഇതിനെ സെല്ല് ചെയ്ത് പോകുന്നത്. കാര്യം ഇപ്പോൾ അലിയൻസ് ഗ്രൂപ്പിന് ഒരുപാട് കമ്പൽഷൻസ് ഉണ്ട്. അവരൊരു ഗ്ലോബൽ കമ്പനിയാണ്. അവർക്ക് അവരുടെ നാട്ടിലെ കമ്പൽഷൻ കാണാം, അല്ലെങ്കിൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിന്റെ കമ്പൽഷൻ കാണാം, ജിയോ എക്കണോമിക്സിന്റെ കമ്പൽഷൻ കാണാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഓബ്ലിഗേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവും. കാര്യം അവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് ഡ്രിവൺ കമ്പനിയാണ്. ബട്ട് ബജാജ് ഫിൻസർവ് അങ്ങനെയല്ല. ബജാജ് ഗ്രൂപ്പിന്റെയാണ്. ദേ അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ മാർക്കറ്റ്, എന്താണ് മാർക്കറ്റ് സൈസ്, എന്താണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, ഇൻഷുറൻസിന് എത്രത്തോളം സ്കെയിലബിലിറ്റി ഉണ്ട്, ഈ കമ്പനിക്ക് എന്തൊരു അജിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഇന്ത്യൻ പ്രൊമോട്ടറിന്റെ ഈ ക്രീപ്പിംഗ് അക്യൂസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പോരുത്. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സാർ, അതിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഇപ്പം തന്നെ കൃഷ്ണകുമാർ സാറിലേക്ക് തിരിച്ചെത്തിക്കുകയാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അതായത് നിഫ്റ്റി 50-ലെ ചില കമ്പനികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും അടക്കം പല ഓഹരികളും ഇപ്പോഴും ഒരു ഉയർന്ന വാല്യുവേഷനിലാണ് നിലനിൽക്കുന്നത് എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് പെർസ്പെക്റ്റീവിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും അധികം റിട്ടേൺ നൽകുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് അവർ മിഡ് ക്യാപ്പും അതിനോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികൾ വരും. വളരെ പെട്ടെന്ന് അവർക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഓഹരി എന്ന നിലയിൽ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇനി തിരിച്ചൊരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ സെഗ്മെന്റിലുള്ള ഒരു സ്റ്റോക്സ് ആയിരിക്കും പ്രധാനമായിട്ടും ആ ഒരു റാലിയിൽ പങ്കാളികളാവുക? അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്,
നമ്മുടെ Q1 നമ്മുടെ ഗവൺമെന്റ് സ്പെൻഡിങ് കോൺട്രാക്റ്റഡ് ടു 3.8% ബിക്കോസ് ജനറൽ ഇലക്ഷന്റെ അതിന്റെ പുറത്തുള്ള നിയമങ്ങൾ പ്രകാരം. അത് Q3 അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. Now Q4 ഹയസ്റ്റ് ആയിരിക്കും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതാണ് GDPക്ക് വലിയ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കാര്യം. നമ്മൾ Q3 റിസൾട്ട് അതുപോലെ 72% നിഫ്റ്റി കമ്പനികളിലും EPS കട്ടാണ് വന്നത്. ദാറ്റ് മീൻസ് വി ആർ എക്സ്പെക്ടിങ് EPS എന്താ പറയണ്ട ഒരു EPSൽ ഒരു 10% ഒരു Q4 വരാൻ നേരത്തെ Q4ൽ 10% എങ്കിലും EPS കൂടാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ വാല്യുവേഷനിൽ കുറച്ചുകൂടെ ഒരു സ്റ്റഡി വാല്യുവേഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻ ജനറൽ പറയാനായിട്ട്. അല്ല ചോദിച്ച കണക്ക് ബേസിക്കലി ഞാൻ ഒരു സ്മോൾ ക്യാപ് ട്രേഡർ ആണ്. ഐ നോട്ട് എ ലാർജ് ക്യാപ് ട്രേഡർ. എന്റെ ട്രേഡിംഗ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ മാർക്കറ്റ് മിത്താണ് ശരിക്കും. സോ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊസീജിയറിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ സ്മോൾ ക്യാപ്പിന്റെ ബേസിൽ ഞാൻ പറയാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ നമ്മൾ എടുത്തു നോക്കിയാൽ എസ്പെഷ്യലി ട്രംപിന്റെ ഒരു എന്താ പറയുക റിവേഴ്സ് താരിഫും കൂടെ വരുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുവാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ആണ്. നമ്മുടെ ഇന്ത്യയിലെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം 4% ആണ്. നമ്മൾ വേൾഡ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ അറൌണ്ട് 7% ആണ്. നമ്മൾ വേൾഡ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് അറൌണ്ട് 10%. വേൾഡിനേക്കാൾ കുറവാണ് ഇന്ത്യയിലെ ആൾക്കാരുടെ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ശരാശരി 7%. അത് വേൾഡിനേക്കാളും കുറവാണ്. നമ്മൾ ജപ്പാനെ നോക്കുകയാണെങ്കിൽ 30% ആണ്. US നോക്കുകയാണെങ്കിൽ 17% ആണ്. ചൈനയെ നോക്കുകയാണെങ്കിൽ 14% ആണ്. ദാറ്റ് മീൻസ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഹെൽത്ത് കെയറിന്റെ ഒരു പെനിട്രേഷൻ ആ ഒരു സെഗ്മെന്റിൽ പോയിട്ടില്ല സോഫാർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സൂരജ് വളരെ ക്രിട്ടിക്കലായിട്ട് പോയിന്റ് സംസാരിച്ചിരുന്നു. ഇൻഷുറൻസിന്റെ ആ ഒരു എന്താ പറയണ്ടേ, ആൾക്കാർ ഇപ്പോഴും ഇൻഷുറൻസിന്റെ എക്സ്പാൻഷൻ ലെവലിലേക്ക് ആൾക്കാർ വന്നിട്ടില്ല. അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഒരു പരിധിവരേക്ക് ആൾക്കാരുടെ അവയർനെസ് വരാൻ തുടങ്ങി. ശരി. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു മൊർട്ടാലിറ്റി കൂടാനുള്ള സാധ്യത ഇൻ ഫ്യൂച്ചർ ബിക്കോസ് ഓഫ് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ കൊണ്ട് തന്നെ ഒരുപക്ഷെ വേൾഡ് ലെവലൊക്കെ നമ്മൾ എത്തണമെങ്കിൽ, വേൾഡ് ലെവലിൽ 10% ആണ്, നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഹ്യൂജ് ആയിട്ടുള്ള അപ്ലിഫ്റ്റ് വന്നേ മതിയാകും. അതൊരു ഗോൾഡൻ സെക്ടറായിട്ട് തീർച്ചയായും ഞാൻ പേഴ്സണലായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് കാണുന്നതിന്റെ ഒരു കാര്യം കൊണ്ടിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽസിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്കൂ. ഹോസ്പിറ്റൽസ് ഒക്കെ ശരിക്കും ഹോസ്പിറ്റലിന്റെ വരുമാനം എന്താ പറയുക എബിറ്റയുടെ വലിയൊരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് ആണ് ശരിക്കും. അപ്പൊ എബിറ്റയിലുള്ള കോൺട്രിബ്യൂഷനിലെ ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മൾ എല്ലാ ഒരുമാതിരിപ്പെട്ട നല്ല ഹോസ്പിറ്റൽ സ്റ്റോക്സുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. സോ ഈ ഒരു സെക്ടർ ഒരു ഗോൾഡൻ സെക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു താരിഫുമായിട്ട് ബന്ധമില്ലാത്ത സെക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഫാമയാണ്. ഫാമ വെച്ചാൽ എങ്ങനത്തെ ഫാമയാണ്? ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന കമ്പനീസ്. ഒന്നാമത്തെ കാര്യം പ്രൊവൈഡഡ് ഇവരുടെ ഇമ്പോർട്ട്സ്, ഇവരുടെ മോളിക്യൂൾ അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയണ്ടേ ഈ കമ്പനികളുടെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ഡോളർ ഫ്ലക്ച്വേഷൻ. ദാറ്റ് മീൻസ് വെളിയിൽ നിന്നുള്ള ഇമ്പോർട്ട് ആയിരിക്കരുത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ട സംഗതി. മൂന്നാമത്തെ ഞാൻ കാണുന്നത് നമ്മളെ കുംഭമേള കണക്കുള്ള കുറെ വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നൊരു കാര്യം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഹോട്ടൽസ് അതർ സെഗ്മെന്റ് വിച്ച് ഐ എം ലുക്കിംഗ് ഫോർ എന്താ പറയണ്ടേ ഹോട്ടൽ സെക്ടറിന് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലെ തന്നെ ഏവിയേഷൻ, പുതിയ ഏവിയേഷൻ Q4 വീക്കാണ്. എന്നിട്ട് പോലും ഏവിയേഷൻ എസ്പെഷ്യലി കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട് ഡൽഹി പരിസരപ്രദേശത്തുള്ള ആ ഒരു എയർപോർട്ട്സിലൊക്കെ ഉള്ള സർജ് ഓഫ് ആൾക്കാരുടെ സർജും നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിന്റെ സർജും അൺബിലീവബിൾ ലെവലിലേക്കാണ് മാറിയത്. ശരിക്കും ഇതൊരു വലിയൊരു ഫാക്ടറായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് കമ്പനീസ്, അതും താരിഫുമായിട്ട് ബന്ധമുള്ള കമ്പനീസ് ഒന്നുമല്ല ഈ കൊമേഴ്സ് എന്ന് പറയുന്ന സംഗതി. എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെ ഒരു പക്ഷേ എന്താ പറയണ്ടേ ഇൻ കമ്മിങ് ഫ്യൂച്ചറിൽ ഒരു പോസിറ്റീവ് വരാനുള്ള സാധ്യത നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. എത്ര സമയം നമുക്ക് ഒരിക്കലും ടൈം പീരീഡ് വെക്കാൻ സാധിക്കത്തില്ല. കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അതിനോട് എക്സ്പെക്ടിങ് വി ഷേപ്പ് റിക്കവറി. ഒരു വി ഷേപ്പ് റിക്കവറി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റെപ്സ് വേണം. വി ഷേപ്പ് റിക്കവറി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ കൊളാപ്സ് ആയി. ശരിക്കും കൊളാപ്സിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ആ ഡിസ്ട്രക്ഷനിൽ നിന്നും ശരിക്കും ഒരു കൺസോൾട്ടേഷനിൽ പോകാൻ അതിൻ്റെ ടൈം എടുക്കുന്ന കാര്യം സംശയം വേണ്ട. ആ കൺസോൾട്ടേഷന്റെ വലിയ സപ്പോർട്ട് ചെയ്യുന്നത് FPSന്റെ തിരിച്ചുവരവാണ്. സോഫാർ FPSന്റെ തിരിച്ചുവരവില്ല, അവർ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവർ US മാർക്കറ്റിൽ നിന്നും അവരുടെ ഫണ്ട്സ്
ശരിക്കും യൂറോപ്പിലേക്ക് മാറാൻ തുടങ്ങി. US-ലെ ETFs-ന്റെ മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ US ETF-ൽ നിന്നും അവർ ഫണ്ട്സ് യൂറോപ്പ് ETFs-ലേക്ക് മാറാൻ തുടങ്ങിയതുള്ള വലിയ പ്രകടമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് യൂറോപ്പിൽ എസ്പെഷ്യലി ഹ്യൂജ് ക്യാപിറ്റൽ ഒരു ഇൻഡ്യൂസ്മെന്റ് വരാൻ പോകുന്ന ഒരു ലെവലിലേക്കാണ് യൂറോപ്പ് നിൽക്കുന്നത്, എസ്പെഷ്യലി ഡിഫൻസ് കണക്കുള്ള സെക്ടറിലേക്ക് പ്രത്യേകിച്ച്. ദാറ്റ് മീൻസ് ഫണ്ട് ഫ്ലോ US-ൽ നിന്നും പതുക്കെ മാറാൻ തുടങ്ങിയത് വലിയൊരു ഫാക്ടാണ്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ചൈനയിലെ അടുത്ത സ്റ്റിമുലസ് ദേ ആർ ഡിസ്കസിങ്. ഈ സ്റ്റിമുലസിന്റെ ഡെപ്ത് എന്ത് മാത്രമാണ് വെച്ചാൽ നമുക്ക് സോഫാർ നമ്മുടെ ഡേറ്റ ഒന്നുമില്ല. ഇത് നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു കാര്യമാണ്. കാര്യം മാർക്കറ്റിന്റെ ഒരു മുന്നോട്ടുള്ള മൂവ്മെന്റിൽ ഇപ്പോഴും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു പങ്ക് തന്നെയാണ് ഉള്ളത്. കാര്യം വെച്ചാൽ നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആ ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. യെസ്, നമുക്ക് പ്രീ കോവിഡ് 3% നിന്നും നമ്മൾ 7%ലേക്ക് വന്നു കഴിഞ്ഞു. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ US-ൽ 30% ആണെന്ന് ഓർത്തണം. ഇപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്തോറും നമുക്ക് പരിധിവരെയൊക്കെ FPS-ന്റെ കളികൾ നിലനിർത്താൻ സാധിക്കും. പക്ഷേ സോഫാർ നമ്മൾ ആ ലെവലിലേക്ക് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടില്ല. ഗോയിങ് ഫ്യൂച്ചർ നമ്മൾ തീർച്ചയായും അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. യെസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, കൃഷ്ണകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കറക്ഷൻ ഫേസിലും ചില ഗോൾഡൻ ഏരിയാസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. യെസ്, അതിനോടൊപ്പം തന്നെ സുരേഷ് സാറിലേക്ക് വരികയാണ്. സാർ, ഇപ്പം ഇപ്പം ഇന്നലത്തെ നമ്മുടെ ഇതേ ഫോറത്തിൽ നമ്മൾ ഹ്യൂണ്ടായുമായി ബന്ധപ്പെട്ടുള്ള IPOയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വന്ന മറ്റൊരു IPO ഓലയായിരുന്നു. ഒരു പക്ഷേ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ബസ് ക്രിയേറ്റ് ചെയ്തൊരു IPO ആയിരുന്നു ഓല എന്ന് പറയുന്നത്. വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ഒക്കെ ഒരു മൾട്ടി ബാഗർ എന്ന നിലയിലേക്ക് ആളുകൾ പൊട്ടൻഷ്യലി പറഞ്ഞിരുന്നൊരു സ്റ്റോക്കായിരുന്നു. പക്ഷേ ഇന്നലെ ഏകദേശം അതായത് ഒരു 52 വീക്ക് ലോയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 46.37 എന്നൊരു നിലയിലേക്ക് ഇന്നും ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് വീണ്ടും ഒരു ഓൾ ടൈം ലോയിലേക്ക് എത്തുന്നൊരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. ഒലയെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ ആണ് ഇന്നിപ്പോൾ ഈ ഒരു വലിയൊരു സെല്ലിങ്ങിലേക്ക് ട്രിഗർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒലയുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഒല ഇലക്ട്രിക്കൽ ടെക്നോളജീസിനെതിരെ റോസ്മെറ്റ ഡിജിറ്റൽ സർവീസ് എന്ന ക്രെഡിറ്റർ ഒരു ഇൻസോൾവൻസി കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്ന ആ ഒരു എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വലിയൊരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. സർ, ഇത്തരത്തിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ വിപണിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു സാധാരണ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ന്യൂ ഏജിലുള്ള ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് അവർ പിക്ക് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് ഒല എന്ന് പറയുന്നത്. ഒലയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഓലയ്ക്ക് മുമ്പ് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ജാസ്മിന് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജാസ്മിൻ്റെ റിസർച്ച് ഒരിക്കലും പിന്നോട്ട് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ജാസ്മിൻ വീണ്ടും നമുക്ക് ഓരോ അലർട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ഗോൾഡിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോഴേ, അതായത് ഗോൾഡ് ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് നമ്മുടെ കേരള കമ്പനി, നമ്മളിത് പറയാൻ വിട്ടുപോരുതെന്നാണ് ജാസ്മിൻ എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്യുന്നത്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഗോൾഡ് ലോണിൻ്റെ AUM 1 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്നലത്തെ ഒരു ന്യൂസ് വന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ട്. അതായത് പോസിറ്റീവ് എന്നുള്ളത് രണ്ട് രീതിയിൽ ആലോചിക്കാം. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. അതായത് 1 ട്രില്യണോളം AUM വരിക എന്നൊരു AUM കൂടുന്നതാണ്. AUM ആണ് അവരുടെ അടിസ്ഥാനം, അവരുടെ ബിസിനസ്. ബട്ട് നാട്ടിൽ ക്രെഡിറ്റ് മറ്റുള്ള സാധനങ്ങൾക്ക് കുറഞ്ഞുകൊണ്ട് ഗോൾഡ് ലോണിലേക്ക് ജനങ്ങൾ പോകുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് അതിനെ കൺസ്ട്രൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഗോൾഡ് ലോണ് കൂടുതലായിട്ടുള്ള റെഗുലേഷൻസ് RBI കൊണ്ടുവരുന്നതായിട്ടാണ് ഇപ്പോൾ വരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ RBIയുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഗോൾഡ് ലോണിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ അതുകൂടാതെ വിഷ്ണു നമുക്കൊരു ഇൻഫർമേഷൻ തന്നേക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ സെബി ഈ ഓപ്ഷൻ ട്രേഡിങ്ങിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുണ്ട്. കാര്യം ഒരുപാട് പേര് സെബിയുടെ സ്റ്റഡി അനുസരിച്ച് ഇപ്പം നമ്മുടെ മുന്നിലേക്ക് ആൾക്കാർ വന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ഇത്രയും കാശുണ്ടാക്കി അവരുടെ ബാലൻസ് ഷീറ്റും P&L ഒക്കെ കാണിക്കുകയാണ്. അതായത് ഞാൻ ഇത്രയും കാശുണ്ടാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ സെബിയുടെ റിപ്പോർട്ട് വരെ നേരെ തിരിഞ്ഞാണ്. അതായത് ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ആരും കാശ് ഉണ്ടാക്കുന്നില്ല എന്നാണ് സെബി പറയുന്ന കാര്യം. സെബിക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയാം. അപ്പോൾ സെബി ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് ട്രേഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ഓപ്ഷൻ ട്രേഡിംഗ് ആക്ടിവിറ്റി 3 ഇയർ ലോയിലേക്ക് മാറി എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ ഇൻഫർമേഷൻ. അതുകൂടാതെ നമ്പർ ഓഫ് ട്രേഡേഴ്സും 17 മന്ത് ലോ ആണ്. അത്രയ്ക്ക് മാത്രം ട്രേഡിംഗ് ആക്ടിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്പെക്കുലേറ്റീവ് ട്രേഡേഴ്സ് കുറഞ്ഞ അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പോകുന്നു. ഇതാണ് ഗവൺമെന്റ് വേണ്ടത്. ഗവൺമെന്റ് ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ആൾക്കാരെ ഒരുപാട് സ്പെക്കുലേറ്റീവ് ട്രേഡ് നടത്തി കാശ് കളയാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. ഇതിന്റെ കൂടെ ചോദിച്ചത് ഓലയാണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എപ്പോഴും ബുൾ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ സൺറൈസ് സെക്ടേഴ്സിനെ നമ്മൾ ഒരുപാട് വാരി അങ്ങ് പൊക്കും. സൺറൈസ് സെക്ടേഴ്സ് ഇനി ഇപ്പോൾ വേറെ ഒരു ബിസിനസ്സുകളും ഇല്ല. അതായത് ഇപ്പം നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വീട് കെട്ടണമെങ്കിൽ സിമെന്റ് തന്നെ വേണം, അതിന് പെയിന്റ് അടിക്കണമെങ്കിൽ
പെയിന്റ് തന്നെ വേണം, റൈറ്റ്? അപ്പൊ ബേസിക് ആയിട്ടുള്ള എക്കണോമിയെ അഡ്രസ് ചെയ്യുന്ന സ്റ്റോക്സിനുള്ള റെലവൻസ് ഒരിക്കലും പോകുന്നില്ല. കോർ ഇൻഡസ്ട്രീസ് എപ്പോഴും ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യും. പക്ഷെ അത് ഓവർ വാല്യൂഡ് ആണോ അല്ലേന്നനുസരിച്ച് അതിന്റെ സ്റ്റോക്ക് പ്രൈസിന് നെസസറി ചേഞ്ചസ് വരും. ബട്ട് ഒരിക്കലും ഒരു കമ്പനീസും ഈ സൺറൈസ് സെക്ടർ ആയാലും ശരി ഏർണിങ്സോ പ്രോഫിറ്റോ ഇല്ലാതെ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ഓല ഇലക്ട്രിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ സൊമാറ്റോനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രിട്ടിക്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇത് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും മറ്റേതെന്നാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇൻഫോസിസ് ഒക്കെ 2001 പീക്ക് അത് തിരിച്ചെത്തുന്നത് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണെന്നറിയോ? നാസ്ഡാക്ക് തന്നെ 13-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന്റെ പീക്ക് തിരിച്ചത്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഈ കമ്പനികളൊക്കെ ഇങ്ങനെ തന്നെ ഏർണിങ്സ് കൊണ്ടുപോകും, ഈ ഹയർ വാല്യുവേഷൻ എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ്. പോട്ടെ, ഏതായാലും ഈ വാല്യുവേഷൻസിന്റെ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. ഇപ്പോൾ ഓലയുടെ കാര്യത്തിൽ അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി. അതായത് ഇപ്പോൾ NCLT ഇപ്പോൾ എന്താണ് ലിക്വിഡേഷൻ പ്രോസസ്സ് ഡ്രൈവ് ചെയ്തിരിക്കുന്ന ഒരു സപ്ലയർ എന്നുള്ളതാണ്. ഏതാണ്ട് 22.5 crores കൊടുക്കാത്തതിലെങ്ങാണ്ടാണ് ഒരു ഇൻസോൾവൻസിക്ക് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഏതാണ്ട് 100 മുകളിൽ പോയ ഒരു സ്റ്റോക്ക്. എന്നാൽ എനിക്ക് തോന്നുന്നു 76 കണ്ട ലിസ്റ്റ് ചെയ്താണ് അല്ലേ? ഇപ്പൊ 46 രൂപ 47 രൂപയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇന്നൊരു 46.3 എഴുന്നൊരു ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. 50.9 എന്നൊരു നിലയിലേക്ക് എത്തുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇന്നലത്തെ ഒരു ഇടിവിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം എന്താ വെച്ചാൽ ഇതൊരു നീജർ റിയാക്ഷൻ ആണ്. നമ്മളിപ്പോൾ ജനങ്ങളുടെ അടുത്ത് പങ്കുവെക്കേണ്ടത് എന്താണെന്നറിയോ? അതായത് ഓല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് കമ്പനിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല, പ്രോഫിറ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ബിസിനസ്സിന് ഭയങ്കര സ്കോപ്പും പൊട്ടൻഷ്യലും ഉണ്ട്, മാനേജ്മെന്റ് കോൺഫിഡൻസും. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ? ചിലപ്പോൾ ഇന്ന് സ്റ്റോക്ക് ചിലപ്പോൾ കയറിയേക്കാം. കാര്യം ഇതിന്റെ പ്രൊമോട്ടറിന്റെ ഹോൾഡിംഗ് ഏതാണ്ട് 36% കണ്ടുണ്ട്. 36%. എന്താണ് അതിന്റെ പ്രത്യേകത? ഞാൻ ഇവിടെ ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് പങ്കുവയ്ക്കുന്നത് ഈ ഇൻസോൾവൻസി പ്രോസസ്സ് എന്താണെന്നുള്ളത്. ഈ ഇൻസോൾവൻസി പ്രോസസ്സ് എനിക്ക് വേണ്ടത്, എനിക്ക് തോന്നുന്നു ഒരു ഷെയർ ഹോൾഡിംഗ് 75% ഷെയർ ഹോൾഡേഴ്സും വോട്ട് ചെയ്താലാണ് ഇൻസോൾവൻസിയിലേക്ക് പോകുക. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വലിയ വിലയൊന്നുമില്ല. 75% മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു അലഗേഷൻസ് NCLT ബോർഡിലേക്ക് കൊണ്ടുവരാം. അതായത് അവർ ഞങ്ങളെ വേണ്ട വിധത്തിൽ നോക്കുന്നില്ല, ഗവനിക്കുന്നില്ല എന്നൊക്കെ പറയാമെന്നല്ലാതെ ഒരു 75% ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ തന്നെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു ഇൻസോൾവൻസി പെറ്റീഷൻ മൂവ് ചെയ്ത് ഒരു കമ്പനിയുടെ മുന്നോട്ട് കൊണ്ടുപോകും. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പേ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് 75% ഷെയർ ഹോൾഡേഴ്സ് പോകും. 36% ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയും മറ്റുള്ള കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും വിചാരിച്ചാൽ അത് നടക്കത്തൊന്നുമില്ല. എങ്കിലും അതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. 22 ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സപ്ലയർ ഒരു നെഗറ്റീവ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ ഇൻസോൾവൻസി ഒരു പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് അതിൻ്റെ അസറ്റ്സ് ഒക്കെ വിറ്റ് എല്ലാം പൈസ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളതാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് ആദ്യം പൈസ പോകണം ആർക്കെന്നറിയോ? ഈ എല്ലാ പൈസയും പോയി കഴിഞ്ഞാൽ ആദ്യം പോകണം എന്താ? ഈ ഇൻസോൾവൻസിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ ഇൻസോൾവൻസിക്ക് ഒരു കൺസൾട്ടൻ്റ് ഉണ്ട്, എക്സ്പേർട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ, ബോർഡിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസോ അതിന് ആദ്യം പേയ്മെൻറ്റ് എടുക്കും. രണ്ടാമത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആരാ? ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊളാട്രൽ മേടിച്ചിട്ട് ഇവർക്ക് ലോൺ കൊടുത്ത കമ്പനികളെയാണ് അവർ രണ്ടാമത് സെറ്റിൽ ചെയ്യുക. ഓക്കെ. മൂന്നാമത് എന്ന് പറയുന്നത് വേജസ് ആൻഡ് സാലറി. നമ്മുടെ അവിടെ എംപ്ലോയീസിൻ്റെ ലാസ്റ്റ് 24 മാസത്തെയോ സാലറിയൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്. നാലാമത് അൺസെക്യൂർഡ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതായത് ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ കൊളാട്രൽ ഇല്ലാതെ പൈസ കൊടുത്തവരെയായിരിക്കാം പിന്നെ ബോർഡ് സെറ്റിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എന്താ? ഗവൺമെൻറ് ഡ്യൂസ്, ടാക്സ്, ലയബിലിറ്റീസ് എന്നിങ്ങനെ കാര്യങ്ങളായിരിക്കും പിന്നെ സെറ്റിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ഈ പറയുന്ന കംപ്ലൈൻറ്റ് കൊടുത്ത സപ്ലയറിനെയും വെൻഡറിനെയൊക്കെ സെറ്റിൽ ചെയ്യാൻ. അത് കഴിഞ്ഞ് ആരാ? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, അതായത് പ്രിഫറൻസ് ആയിട്ട് കമ്പനി ഷെയർ ഹോൾഡിംഗ് കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക്. നമ്മുടെ സാധാരണ ഇൻവെസ്റ്ററുടെ സ്ഥാനം എവിടെയെന്നറിയോ? ഏറ്റവും താഴെ, 8ാമത്. ഇവരെല്ലാം കൊടുത്തു തീർത്തിട്ട് താന്നാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മളൊരു ഷെയർ മേടിക്കുന്നതിനെ കുറിച്ച് വളരെ കോംപ്ലൈസൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ, അത് കയറാൻ ചാൻസ് ഉണ്ട്, അതിനകത്ത് ഇത് ഈ ഓർഡർ ബുക്ക് ഉണ്ട്, മറ്റേതുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇൻസോൾവൻസി, ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമുക്ക് എവിടെയാണ് പൈസ കിട്ടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. ഇതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ക്യാഷ് ഫ്ലോ ഉള്ള, നെറ്റ് പ്രോഫിറ്റ് ഉള്ള, അധികം ഡെപ്റ്റ് ഇല്ലാത്ത, പ്രൊമോട്ടർ പ്ലഡ്ജ് ഇല്ലാത്ത ക്വാളിറ്റി കമ്പനീസ്, അത് ലാർജ് ക്യാപ്പ് ആയിക്കോട്ടെ, സ്മോൾ ക്യാപ്പ് ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, ഏത് സെക്ടർ ആയിക്കോട്ടെ, അങ്ങനെ തിരഞ്ഞെടുത്ത് പോകണം എന്ന് നമ്മൾ എന്നും പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ക്രിട്ടിക്സ് നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കിപ്പം സർ ഫണ്ടമെന്റലി പറഞ്ഞോളൂ, നമുക്ക് അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്ന് ഒലയുടെ ഒരു അത് അറിയേണ്ടതായിട്ടുണ്ട്, ടെക്നിക്കൽസ് ഒന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ആനന്ദ് ആനന്ദ് ഇപ്പോൾ ഒലയിലെ ഒരു കേസിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്നലത്തെ ഒരു ഇടിവിൽ നിന്ന് വീണ്ടും ഒരു ബൗൺസ് ബാക്ക് നടത്താനായിട്ട് ഒല ഇലക്ട്രിക്കിന് സാധിക്കുന്നുണ്ട്. ഒലയുടെ ഒരു ടെക്നിക്കൽ സൈഡ് എങ്ങനെയാണ് ആനന്ദ് വിലയിരുത്തുന്നത്? അല്ല, ഒലയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ അതിൻ്റെ അണ്ടർടോൺ വളരെ ഹെവിലി ബുള്ളിഷ് ആണ്. അണ്ടർടോൺ
നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഏകദേശം ഒരു 75 റുപ്പീസിനാണ് ഓല ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നിട്ട് ഏകദേശം ഒരു 2 വീക്സോളം നല്ലൊരു ഹെവി റാലി നമുക്ക് ഓലയിൽ കാണാൻ കഴിയും. 2 വീക്സിൽ അറൗണ്ട് 3 വീക്സ്. ആ ഒരു 3 വീക്സിൽ ഓൾമോസ്റ്റ് 100% റിട്ടേൺസ് ആണ് ഓല തന്നത്. അത് 75 രൂപയിൽ നിന്ന് ഏകദേശം 156 രൂപയോളം പോയി. എന്നിട്ട് നല്ല ഒരു വളരെ ഹ്യൂജ് സെല്ലിംഗ് നമുക്ക് ഓലയിൽ കാണാൻ പറ്റി. അത് ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രൈസിനേക്കാൾ ഏകദേശം 3 മാസം കഴിഞ്ഞ് അതായത് നവംബർ 4 തീയതി ഓൾമോസ്റ്റ് ആ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്താണ് ഓല നിൽക്കുന്നത്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഓല നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 50 രൂപയിലാണ്. ആൻഡ് ഇന്നത്തെ ദിവസം ഏകദേശം 8.63% ഒരു മുന്നേറ്റം നമുക്ക് ഓലയെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബട്ട് ഓലയുടെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഓലയിൽ സ്റ്റിൽ ഒരു ഹെവിലി ബെയറിഷ്നെസ് തന്നെയാണ് ഓലയിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് നോക്കുകയാണെങ്കിൽ വീണ്ടും സെൽ ഓഫുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഓലയുടെ നിലവിലത്തെ ഓൾ ടൈം ലോ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അറൗണ്ട് ആ ഒരു ലോ തന്നെയാണ്. അതായത് ലോ എന്ന് പറയുന്നത് ഏകദേശം 46.37 റുപ്പീസ് നമുക്കൊരു സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിക്കൽ ലെവൽസ് ആണ്. അതായത് 40, 35, 30, 25, 20 നമുക്ക് അങ്ങനത്തെ ലെവൽസാണ് പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബട്ട് സ്റ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഓലയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 60 റുപ്പീസാണ്. ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 75 രൂപയാണ്. അല്ല എസ് ആനന്ദ്, അതിനോടൊപ്പം തന്നെ ബജാജ് ഫിൻസർവുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ബജാജ് ഫിൻസർവുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ബജാജ് ഫിൻസർവിലുള്ള ഒരു നിലയിലത്തെ ഒരു ടെക്നിക്കൽ ട്രെൻഡ് എങ്ങനെയാണ്? നിലവിൽ ഏകദേശം 1% ഇടിവിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് മുന്നോട്ടേക്കുള്ള ഒരു ട്രെൻഡിനെ വിലയിരുത്തുന്നത്? ബജാജ് ഫിൻസർവ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു ഓൾ ടൈം ഹൈയോട് അടുത്താണ് നിലവിൽ ബജാജ് ഫിൻസർവ് നിൽക്കുന്നത്. ആൻഡ് നമുക്ക് കഴിഞ്ഞ കുറച്ച് സെഷൻസിൽ ഭയങ്കര ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് വീക്കിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ നോർമലി ഒരു ബുള്ളിഷ് ക്യാരക്ടറാണ് ബജാജ് ഫിൻസർവ് കാണിക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിൽ നമുക്ക് നല്ല രീതിയിലുള്ള സെൽ ഓഫ് നമുക്ക് ബജാജ് ഫിൻസർവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അതായത് ഇന്നലെ ബജാജ് ഫിൻസർവ് ഏകദേശം ഒരു 3.5% മൂവ്മെൻറ്റ് നടത്തി. ബട്ട് ആ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നമുക്ക് അങ്ങനെ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ബജാജ് ഫിൻസർവിൽ. നിലവിൽ നോക്കുകയാണെങ്കിൽ 1.42% ഇടിയിലാണ് നിൽക്കുന്നത്. സോ മേജർ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അധികം ഒരു ഹൈ പ്രോബബിലിറ്റി സപ്പോർട്ട്സ് നമുക്ക് ബജാജ് ഫിൻസർവിൽ നിലവിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 1788 റുപ്പീസാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ടുവേഴ്സ് അപ്സൈഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റേഞ്ചാണ്. അതായത് ഒരു റേഞ്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 1912 റുപ്പീസും 1937 റുപ്പീസ് ആ ഒരു ഏകദേശം ഒരു 20 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ചാണ് നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഓൾ ടൈം ഹൈയിലാണ്. അതായത് ഏകദേശം ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 2029 രൂപയാണ് ഓൾ ടൈം ഹൈ നിൽക്കുന്നത്. സോ ഒരു മൈനർ റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഒരു 10 റുപ്പീസിൻ്റെ റേഞ്ച് 2018 അതുപോലെ 2029 ആ ഒരു 10 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ച് ആയിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. സോ ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ നിലവിൽ ആ ഒരു ഹൈനോട് മാർക്കറ്റ് അടുക്കും തോറും വീക്ക്നെസ്സുകൾ കൂടി വരികയാണ്, വോളറ്റാലിറ്റി കൂടി വരികയാണ്. സോ ഒരു ഹെവി ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് ബജാജ് ഫിൻസർവിൽ ഉടനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുപോലെ ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ആ ഒരു ബുള്ളിഷിനൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്ക് ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഹ്യൂജ് വീക്ക്നെസ് ആണ് നമുക്ക് ബജാജ് ഫിൻസർവിൽ കാണാൻ സാധിക്കുന്നത്. എസ് ആനന്ദ്, ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്നപ്പോൾ ഇൻഡെക്സിലേക്ക് കൂടി ഒന്ന് വരികയാണ്. കാരണം ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് വീണ്ടും 22,700 എന്നൊരു ലെവൽ ദിവസങ്ങൾക്ക് ശേഷം റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 224 പോയിന്റ്സ് അപ്സൈഡ് മൂവ്മെൻറ്റിൽ 22,732 എന്നൊരു നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു നിഫ്റ്റി 50-യിലുള്ള ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ഏകദേശം നോക്കുകയാണെങ്കിലും ഒരു മാർച്ച് 6 തൊട്ട് ഒരു ഹെവി കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് നിഫ്റ്റി കടന്നു പോയത്. നിലവിലൊരു നല്ലൊരു ബ്രേക്കൗട്ട് ഏകദേശം 1% മൂവ്മെൻറ്റ് നിഫ്റ്റി തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ രാവിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു കോൾ സൈഡ് ഒരു പുട്ട് സൈഡിൽ ഒരു മൈനർ ബിൽട്ടപ്പാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നതോടുകൂടി ആ ഒരു ബിൽട്ടപ്പ് കുറച്ചുകൂടി നല്ല രീതിക്ക് സ്ട്രോങ് ആയി വരുന്നുണ്ട്.
ആൻഡ് OI ചേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കോളിലുള്ള ബിൽഡപ്പ് കുറഞ്ഞു വരുന്നത് പുട്ടിലുള്ള ബിൽഡപ്പ് വളരെ നല്ല രീതിയിൽ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കോൾ സൈഡിൽ ഒരു മേജർ ബിൽഡപ്പ് ഉള്ള 23,000 എന്ന് പറയുന്ന ലെവലിലാണ്. സോ അടുത്ത 2 ദിവസം നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ബുള്ളിഷ് ടു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്ത്യ വിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് നമുക്ക് ഇന്ത്യ വിക്സിലും പ്രകടമാണ്. ആൻഡ് നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 22,800 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ബിക്കോസ് അവിടെ നല്ല രീതിക്കുള്ള കോൾ റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മോർണിംഗ് ആ ഒരു ലെവൽ നല്ല രീതിക്കുള്ള കോൾ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അതിന് ഒരു നല്ല രീതിക്കുള്ളൊരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിലവിൽ ഏറ്റവും അധികം കോൾ ബിൽഡപ്പ് ഉള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 23,000 ആണ്. സോ നമുക്ക് മേജർ റെസിസ്റ്റൻസ് 23,000 എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് 22,800. ആൻഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ ഒരു ഹൈ ആണ്. അതായത് ഏകദേശം 22,000 ഏകദേശം 76700 ആ ഒരു റേഞ്ച് ആണ്. അല്ല യെസ്, ആനന്ദായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവെച്ചത്. ഏതായാലും സുരജ് സാർ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. ധാരാളം ന്യൂസുകൾ നമ്മളിവിടെ പ്രേക്ഷകരോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു, ട്രേഡ് ഡെഫിസിറ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ സാറിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു ഓപ്പണിംഗ് അവർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നാളെ രാവിലെ 9:00 വീണ്ടും എത്തുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച് സുരജ് സാർ. താങ്ക് യു.